അതായത് സ്വർണ്ണക്കടത്തു കേസ് കേന്ദ്ര ഏജൻസികൾ എത്ര വന്നിവിടെ അന്വേഷിച്ചു? CPM-നെതിരെ ഇങ്ങനെ പലതരം വ്യാജങ്ങൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കരുവന്നൂരിൽ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാണ് എന്നുള്ളതാണ് CPM പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ CPM-നെതിരെ ഉയരുന്ന എല്ലാ വിവാദങ്ങളും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ്. CPM-ൽ നിന്ന് പുറത്തു വരുന്നവർ വലതുപക്ഷ മാധ്യമങ്ങളുടെ ചട്ടുകമായി മാറി കണ്ടതൊക്കെ വിളിച്ചു പറയുകയാണ് എന്നുള്ളതാണ്. BJP-ക്ക് കേന്ദ്ര ഏജൻസികൾക്ക് അതിന്റെ മുഴുവൻ സന്നാഹങ്ങളും സർവ്വവിധായുധങ്ങളും എടുത്തു പയറ്റിയിട്ടും അഗ്നിശുദ്ധി വരുത്തി ജനങ്ങളെ ബോധിപ്പിച്ച് തുടർ ഭരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞ ഒരു സർക്കാരിനെതിരെ വരുന്ന കൂടുതൽ ആരോപണങ്ങൾ എന്നുള്ളത് മാത്രമാണോ? ഇതൊന്നും മാധുവിൻ്റെ അഭിപ്രായമല്ല എന്നെനിക്കറിയാം. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാധു പറയുന്ന അഭിപ്രായങ്ങളല്ല ഇതെല്ലാം. അല്ല, ഞാനിതെല്ലാം അങ്ങനെയാണ്. ഞാൻ പല ചർച്ചകളിൽ പലതായി പറയാറുണ്ട്. അതായത് ഒരു ഭാഗത്തു നിന്ന് ഉയർന്ന വിമർശനങ്ങളെയാണ് ഞാൻ ചോദ്യരൂപേണ വെക്കുന്നത്. അത് മനസ്സിലാക്കിയാണ് മാധു ഞാൻ പറഞ്ഞത്. നോക്കൂ, കരുവണ്ണൂരിൽ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകളുടെ 29 കോടി രൂപയുടെ സ്വത്ത് ED ഇന്ന് കൈക്കലാക്കിയിരിക്കുന്നു. അത് ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്ന വിശ്വാസം അവർക്കുണ്ട്. അവർക്കാകെ വിശ്വാസം ഇന്ന് BJP-യിൽ മാത്രമാണ്. നോക്കൂ, രാജു P. നായർ പറയുന്ന വാക്കുകളെടുത്താൽ ഒരു ദ്വന്ദ്വമുണ്ട് കേരളത്തിൽ. ആ ദ്വന്ദ്വം എന്താണ്? പെരിയയിലെ പാർട്ടി സഹോദരന്മാരെ വെട്ടിക്കൊന്നവനും അങ്ങനെ വെട്ടിക്കൊല്ലാൻ ആളുകളെ വളരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊരു ദ്വന്ദ്വമുണ്ട് കേരളത്തിൽ. ആ ദ്വന്ദ്വത്തിൻ്റെ ഈക്വിലിബ്രിയമാണ് ഇവിടെ തകരുന്നത്. മാത്രമല്ല, അസ്കറും പറയുന്നൊരു കാര്യമുണ്ട് ഇവിടെ. ആഗോള തലത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ ഭാഗമാണ്. ഞാൻ ബഹുമാനപ്പെട്ട അസ്കറോട് ചോദിക്കട്ടെ, ആഗോള തലത്തിൽ എവിടെയാണ് അസ്കറെ കമ്മ്യൂണിസം ഉള്ളത്? ആഗോള തലത്തിലുള്ള ഏത് കമ്മ്യൂണിസത്തെയാണ് ഇന്ന് ലോകത്തിന് ഭീഷണിയായിട്ടുള്ളത്? കേരളത്തിലെ കമ്മ്യൂണിസം. ഇനി താങ്കൾ പറയുന്നു ഇതിനെ തിരുത്താൻ PB കേന്ദ്ര കമ്മിറ്റി. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ കേരളത്തിലെ പിണറായി വിജയൻ എന്ന ഏക അധികാര കേന്ദ്രമല്ലാതെ എവിടെയാണ് അസ്കറെ PB ഉള്ളത്? എവിടെയാണ് അസ്കറെ കേന്ദ്ര കമ്മിറ്റി ഉള്ളത്? CPI ഞാണൂരെടുത്ത് ഇന്നിപ്പോൾ കളിക്കുന്ന കളി മാധു, ഞാൻ അതിനെ വളരെ നിഷ്കളങ്കതയോടെയാണ് കാണുന്നത്. ഇത് ബിനോയ് വിശ്വം പറയുന്നത് പോലെ നിഷ്കളങ്കമാണോ? ഞാൻ ഒരു കാര്യം എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാധു പറയും. ഇത് കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന ഘടകമല്ലേ? അടിസ്ഥാന സ്വഭാവമല്ലേ? എന്താണ്? നിരായുധരായ നിഷ്കളങ്കരായ പാവപ്പെട്ട രാഷ്ട്രീയ എതിരാളികളുടെ മുകളിൽ എല്ലാ അർത്ഥത്തിലും ഇവർ ചാടി വീഴും. അത് അർജുനായങ്കിയുടെ രൂപത്തിലാവാം, ആകാശ് തില്ലങ്കയുടെ രൂപത്തിലാവാം, അതല്ലെങ്കിൽ സൈബർ പോരാളികളാവാം. മാനഭംഗം, അപഖ്യാതി, കുറ്റം, തെറ്റ്, വീടാക്രമണം എല്ലാം ഏത് അതിർത്തി വരെ പോകും. ഇപ്പം നോക്കൂ, റാഷി തന്നെ പറയുന്നത് എൻ്റെ പാർട്ടിയെ തള്ളിപ്പറയാൻ ഞാൻ സാധിക്കില്ല. കാരണം സ്വന്തം നാട്ടിൽ നിൽക്കാൻ ഈ പാർട്ടിയുടെ പീഡനം സഹിക്കാൻ വയ്യാതെ ഓടുമ്പോഴും റഷീദിനെ പോലുള്ള ആളുകൾ പറയേണ്ടി വരുന്നത് എന്താ? കാരണം ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് പെരിങ്ങോത്തേക്ക് കാങ്കോലിലേക്ക് ഈ സ്ഥലത്തേക്ക് തിരിച്ചു പോകണം. തിരിച്ചുപോയി അവിടുത്തെ തിട്ടൂരം നടപ്പിലാക്കുന്നത് മാധു കേരളത്തിലെ പോലീസ് നിയമമല്ല, കേരളത്തിലെ പീനൽ കോഡുകളല്ല, കേരളത്തിലെ രാഷ്ട്രീയ മര്യാദകളോ ജനാധിപത്യമോ അല്ല. ഞാൻ ഒന്നുകൂടി പറയും, CPI-യുടെ നേതാവിനോട് 1980-കളിൽ തൊഴിലാവശ്യാർത്ഥം ഞാൻ ബീഹാറിലായിരുന്നു. ഞാൻ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നു എൻ്റെ CPI സഹോദരന്മാരോട്, അന്ന് ബീഹാർ സംസ്ഥാനത്തെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, അത് CPI ആയിരുന്നു. ആ CPI-ക്ക് ഞാൻ അനുഭവത്തിലൂടെ പറയും, വൈശാലി ഗംഗയുടെ അപ്പുറത്തുള്ള കേന്ദ്രങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിലായിരുന്നു CPI-യുടെ പിടിമുറുക്കിയത്. ഞാൻ മാധു കൃത്യമായിട്ട് പറയും, ആ സംസ്ഥാനത്തിലെ കമ്മ്യൂണിസ്റ്റ് മൃഗാധിപത്യത്തിന് നേതൃത്വം കൊടുത്തത് CPI എന്ന് പറയുന്ന കേരളത്തിലെ ഈ ബിനോയ് വിശ്വത്തിൻ്റെ നേതാവാണ്. ഇന്ന് കേരളത്തിൽ ബിനോയ് വിശ്വത്തിൻ്റെ പാർട്ടി മിതത്വം പാലിക്കുന്നത് അവർക്കതിന് കെൽപ്പില്ലാത്തത് കൊണ്ടാണ്, അവർക്കത് എരിടാൻ കഴിയാത്തത് കൊണ്ടാണ്. മാത്രമല്ല, ഒറ്റ കാര്യം ഞാൻ അസ്കറിനോട് ചോദിക്കും, ഞങ്ങൾ വിശ്വസിക്കാം അസ്കറെ നിങ്ങൾ പറയുന്നത് മാതിരിയിൽ മാധു ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകന്മാർ, ജയചന്ദ്രനും നായരും പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്, അവരാണ് പാർട്ടിയെ നശിപ്പിക്കുന്നത്. എൻ്റെ അസ്കറോടുള്ള ചോദ്യം, ഇതെന്താണ് G. സുധാകരന് മനസ്സിലാവാത്തത്? ഇതെന്താണ് തോമസ് ഐസക്കിന് മനസ്സിലാവാത്തത്? ഇതെന്താണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവകാശങ്ങൾക്ക് ജനാധിപത്യപരമായി അല്പം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്നലെ വരെ പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ, മാധു പറയുന്ന മാതിരി കേന്ദ്രത്തിൻ്റെ പീഡനം, അന്വേഷണ ഏജൻസികൾ. പക്ഷേ ഇന്ന് പറയുന്നത് എന്താണ്? ശൈലി മാറ്റണം, അധികാരപ്രമത്തതയോടുള്ള അധികാരം മാറ്റണം, അഴിമതി കുറയ്ക്കണം, കൊള്ള അവസാനിപ്പിക്കണം, സ്വജനപക്ഷപാതം നിർത്തണം, പ്രീണ രാഷ്ട്രീയവും അഹങ്കാരവും മൈക്കിനോടുൾപ്പെടെയുള്ള ആക്രമവും അവസാനിപ്പിക്കണം, പാവപ്പെട്ടുള്ള ക്ഷേമ പെൻഷൻ നൽകണം, മാവേലി സ്റ്റോറുകൾ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യണം. ഇന്നലെ വരെ പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ശിവശങ്കരനെ പോലുള്ള ആളുകൾ ഇന്നും
പുറത്തു വരാതെ അകത്ത് കിടക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും ചോദ്യം ചെയ്യാൻ അന്വേഷണ ഏജൻസികൾ വിളിക്കുമ്പോൾ കൈകൾ ശുദ്ധമാണെങ്കിൽ അവിടുത്തെ അന്വേഷണം നേരിടാത്തത്? ഇത് കേസുകൾ ഇത്തരത്തിൽ നീട്ടിക്കൊണ്ടുപോവുക, എന്നിട്ട് ഇതുവരെ കേന്ദ്ര ഏജൻസികളോട് സഹകരിക്കാതിരിക്കുക, അതിന് കോടതിയിൽ പോയി തടസ്സപ്പെടുത്തുക, എന്നിട്ട് മാധ്യമത്തിൽ വന്നിട്ട് ഇത്രയും കാലമായിട്ടില്ലേ, കേസ് അവസാനിപ്പിച്ചിട്ടില്ലല്ലോ. ഏതായാലും ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയും, അത് നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം. എന്തുകൊണ്ട് BJP ഇന്ന് പ്രവർത്തന രംഗത്തേക്ക് ആത്മവിശ്വാസത്തോടെ ഇറങ്ങുന്നു? ഇവിടെ നായർ പറഞ്ഞ മാതിരി കേരളത്തിലൊരു ദ്വന്ദ്വമുണ്ട്. ആ ദ്വന്ദ്വത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിമകളായി ഗ്രാമങ്ങളിൽ കഴിയുന്ന, ഭയന്ന് കഴിയുന്ന റഷീദിനെപ്പോൾ ആളുകൾക്ക് വിശ്വാസമില്ല. പകരം അതിനെ ചെറുക്കാൻ നിങ്ങൾക്കറിയാമല്ലോ, നിരായുധരും നിഷ്കളങ്കരുമായ ആളുകളുടെ മുമ്പിൽ ആയുധം ഉപയോഗിച്ചുകൊണ്ടും സൈബർ പോരാളികളായും മാനഭംഗപ്പെടുത്തിയും ആക്രമിച്ച് കീഴക്കുന്നവർക്കെതിരായി ഒരു ചെറുത്തുനിൽപ്പിനി കേരളത്തിൽ BJP മാത്രമേ ഉള്ളൂ എന്ന പ്രതീക്ഷയാണ് ഈ വളർച്ചയ്ക്കും ഈ വികാസത്തിനും കാരണം. ശരി, രാഷ്ട്രീയ പാർട്ടിയുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് BJP പാർട്ടി കോട്ടകളിലേക്ക് കൂടുതൽ പ്രചാരണത്തോടെ ഇറങ്ങിച്ചെല്ലാം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാമെന്നൊരു രാഷ്ട്രീയ തീരുമാനം കൂടി എടുത്ത മണിക്കൂറുകളാണ് ഇത്. അവിടെ ഈ പറയുന്ന CPM-നെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അവർക്ക് ഇന്ധനമാകുന്നുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതാണ്.